Hi everyone, welcome back to my channel. It's me Alan. Thank you so much for watching this video. അപ്പോൾ ഈ വീഡിയോ കുറേ നാൾക്ക് ശേഷമാണ്. കുറേ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഇവിടെ ലൈഫിൽ കുറേ കാര്യങ്ങളൊക്കെ നടന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ ഞാൻ തുടങ്ങണ്ടേ. ഇപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു ഗ്രാജുവേഷനാണ്. ഇന്നത്തെ ഗ്രാജുവേഷൻ ഞാൻ പോകുന്നത് രണ്ടുപേരുടെ ഗ്രാജുവേഷനാണ്. അവർ രണ്ടാളും ഞാൻ എങ്ങനെയാണ് പരിചയം, അതിൻ്റെ ബാക്കിലൊരു സ്റ്റോറി ഉണ്ട്. ബേസിക്കലി ഞാനിപ്പോൾ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഉള്ളത് കാൽഗറിയിലാണ്. എനിക്ക് തോന്നുന്നു ഞാൻ അവസാനത്തെ വീഡിയോ ഇടുമ്പോൾ ഞാൻ നോവ സ്കോഷ്യയിലാണ്. അത് കഴിഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ നടന്നിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വർഷത്തേക്കുള്ള ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഗൈസ്, ഈ രണ്ടാൾക്കാരെന്ന് പറയുന്നത് ഇവരെനിക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാരായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. പറഞ്ഞു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരാൾ, ഫസ്റ്റ് ആൾ ഗ്രാജുവേറ്റ് ചെയ്യുന്ന ആദ്യത്തെ ആൾ താര ജോൺസ്, പിന്നെ രണ്ടാമത്തെ ആൾ ഗ്രീഷ്മ റീച്ചൽ. അപ്പോൾ താര ജോൺസ് എനിക്ക് പണ്ടെന്ന് പറയുമ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഞാനിങ്ങനെ വീഡിയോസൊക്കെ കൺസിസ്റ്റൻ്റ്ലി ഇട്ടിരുന്ന സമയത്ത് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഓരോരുത്തർ വീഡിയോസൊക്കെ കണ്ട് കാനഡയെ കുറിച്ച് അറിയാനും എന്നൊക്കെ ആയിട്ട് മെസ്സേജ് ചെയ്യുമായിരുന്നു. അങ്ങനെ ആണ് താര ആദ്യമായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യുന്നത് ഇൻസ്റ്റയിൽ. അന്ന് എനിക്ക് തോന്നുന്നു താര പറഞ്ഞനുസരിച്ച് അവൾ 10th എന്തോ പഠിക്കുമ്പോഴാണ് ഞാനിവിടെ കാനഡയിലുള്ള വീഡിയോസൊക്കെ കാണാൻ തുടങ്ങുന്നതും ഒക്കെ ആയിട്ട്. അപ്പോൾ അവൾക്ക് അന്നേ തൊട്ട് കാനഡയ്ക്ക് വന്നം ഭയങ്കര ആഗ്രഹമൊക്കെ ആയി മാറി. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. എന്നിട്ട് പിന്നെ +2 കഴിഞ്ഞ് അവൾക്ക് വന്നെന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് എന്തോ വരാൻ പറ്റിയില്ല. എന്നിട്ട് ആൾ ഡിഗ്രിക്ക് പോയി. എന്നാലും കൺസിസ്റ്റൻ്റ്ലി എനിക്ക് എപ്പോഴേക്കോ മെസ്സേജ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. എന്നിട്ട് ഡിഗ്രി കഴിഞ്ഞ് അപ്പോൾ കാനഡയ്ക്ക് വന്ന കാര്യത്തിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് എനിക്കപ്പോൾ ഒത്തിരി മെസ്സേജ് ചെയ്യും. ആളുടെ എയിം എന്ന് പറയുന്നത് ഞാനിവിടെ ആൽബർട്ടയിൽ നിന്ന് ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ആൾക്ക് എന്തോ ആൽബർട്ടയ്ക്ക് വന്നെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്നിട്ട് ആൾ എപ്പോഴും ആൽബർട്ടയിലത്തെ യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ കോളേജിനെ കുറിച്ചും ഒക്കെ ചോദിക്കും. ജോബ് ഓപ്പർച്യൂണിറ്റീസ്, കരിയർ എങ്ങനെയാണ് എന്താണെന്നൊക്കെ സ്ഥിരമായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറ്റാവുന്ന രീതിയിൽ ഞാൻ റിപ്ലൈ ചെയ്യുമായിരുന്നു ആ സമയത്തൊക്കെ. അങ്ങനെ ലോങ് സ്റ്റോറി ഷോർട്ട്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആൽബർട്ടയ്ക്ക് വരാൻ പറ്റിയില്ല. സ്റ്റിൽ താരയും ഗ്രീഷ്മയും ഒണ്ടാരിയോയിൽ വന്നു പഠിക്കാനായിട്ട്. എന്നാലും ആളുടെ ഒരു ഡിറ്റർമിനേഷൻ നമ്മൾ ഇവിടെ പ്രശംസിക്കേണ്ടതാണ്. എന്നാലും ഒണ്ടാരിയോയിൽ പഠിക്കാൻ പോയിട്ടും ആൾ ഇവഞ്ച്വലി ആൽബർട്ടയ്ക്ക് വന്നെന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ളൊരു തീരുമാനത്തിൻ്റെ പുറത്ത് ആളവിടെ ഫസ്റ്റ് ഇയർ കോഴ്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഇയർ കോഴ്സ് ചെയ്യാനായിട്ട് ആൽബർട്ടയിലുള്ള കാൽഗറിയിൽ സെയിറ്റിൽ അഡ്മിഷൻ എടുത്തു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒണ്ടാരിയിൽ വന്നതും എനിക്കൊക്കെ എന്തോ അപ്ഡേറ്റ് ഒക്കെ തന്നായിരുന്നു. ഒണ്ടാരിയിൽ വന്നതും ക്ലാസ് തുടങ്ങിയതും എന്നിട്ട് ഇവഞ്ച്വലി ഇപ്പോഴും കാൽഗറിയിൽ പഠിക്കാൻ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അപ്ഡേറ്റ് തന്നായിരുന്നു. പക്ഷേ ഞാൻ അത് കണ്ടു, ഞാൻ എൻ്റെ മനസ്സിലിരിക്കണില്ല. അപ്പം ഇവഞ്ച്വലി ഞാൻ നോവ സ്കോഷ്യയിൽ ആ സമയത്ത് അവൾ ഒണ്ടാരിയിൽ വന്ന് മൂവ് ചെയ്യുന്ന സമയത്ത് നോവ സ്കോഷ്യയിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ പോയി, അത് വേറൊരു കാര്യം. എന്നിട്ട് തിരിച്ച് വന്നിട്ട് അവസാനം ഞാൻ വേറൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഞാൻ കാൽഗറിയിൽ യൂണിവേഴ്സിറ്റി ഓഫ് കാൽഗറിയിൽ പഠിക്കാനായിട്ട് അഡ്മിഷൻ എടുത്തു. അങ്ങനെ ഞാൻ തിരിച്ച് നാട്ടിൽ നിന്ന് വന്ന് എഡ്മണ്ടനിൽ നിന്ന് കാൽഗറിയിലുള്ള അക്കോമഡേഷനൊക്കെ നോക്കി ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് വഴി ഒരു അക്കോമഡേഷൻ കണ്ടുപിടിച്ച് ഇവിടെ എത്തി. എന്താന്ന് പറയാൻ പറ്റില്ല, യാദൃശ്ചികമായിട്ട് ഞാൻ നിൽക്കുന്ന അതേ വീട്ടിൽ ഇവളും ഗ്രീഷ്മയും നിൽക്കുന്നത്. എനിക്ക് ആളെ നേരിട്ട് കണ്ടപ്പോൾ മനസ്സിലായില്ല. ഇറ്റ് വാസ് ലൈക്ക്, എനിക്കത് വലിയൊരു ഒരു മെമ്മറബിൾ എക്സ്പീരിയൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. എന്നൊരാളങ്ങനെ തിരിച്ചറിഞ്ഞു. ഐ എം സോ ഹാപ്പി വിത്ത് ദാറ്റ്. അങ്ങനെ ഞാൻ ഒരു ദിവസം രാവിലെ അവിടെ വേറൊരു ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചിരിക്കുമ്പോൾ ഇവള് പെട്ടെന്ന് എന്നെ കണ്ട് ഞെട്ടി. എന്നിട്ട് ഞാൻ മെസ്സേജ് ചെയ്തായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ്. ഇറ്റ് വാസ് നൈസ്. എനിക്ക് അത് നല്ലൊരു എപ്പോഴും ചെറിഷ് ചെയ്യുന്നൊരു മെമ്മറി ആയിരുന്നു. എനിവേ, അങ്ങനെ ഞങ്ങൾ ഒരേ വീട്ടിൽ, ഞങ്ങൾ വേറെ പല ആൾക്കാരും ഉണ്ട്, ഓരോ റൂം ആയിട്ടാണ്. അങ്ങനെ ആളിവിടെ ബാക്കിയുള്ള ഒരു വർഷത്തെ പ്രോഗ്രാമും കൂടി സെയിറ്റിൽ തീർന്നു. ആൻഡ് ബോത്ത് ഓഫ് ദം ആർ ഗ്രാജുവേറ്റിംഗ് നൗ. അപ്പോൾ രണ്ടാളും അതിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഗ്രാജുവേറ്റ് ചെയ്യണത്. അപ്പോൾ ഞാൻ മാക്സിമം നോക്കാമെന്നുള്ള രീതിയിൽ
എനിവേ ഞാൻ ആദ്യം പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചു, പക്ഷെ ഇപ്പോൾ പോകാൻ പറ്റും. ലേറ്റായി, അവർ രണ്ടുപേരും ഓൾറെഡി പോയി. അപ്പം ഞാനിവിടെ ട്രെയിൻ എടുത്ത് സീറ്റിലേക്ക് പോകാൻ പോവാം. ഇവിടെ സമ്മറാണ്, ആവശ്യത്തിന് കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താണ്. ആണ് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു റെയിൽവേ സ്റ്റേഷൻ. അതായത് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മെട്രോ ഒക്കെ പോലെ LRT ഒക്കെ LRT ഇവിടെ എന്തോ പേര് പറയും. ഞാനിപ്പോൾ യൂണിവേഴ്സിറ്റി പഠിക്കുന്നതുകൊണ്ട് ടിക്കറ്റ് നമുക്കിങ്ങനെ ടിക്കറ്റ് കൗണ്ടറായിട്ടൊന്നും ഇല്ല, എല്ലാം ഓൺലൈനിൽ ആണ് സംഭവം. ഫോണിൽ അതിൻ്റെ ബാർകോഡ് ബസ്സിൽ കയറുമ്പോൾ സ്കാൻ ചെയ്താൽ മതി. ട്രെയിനിൽ കയറാനായിട്ട് വേറെ ഇതൊന്നുമില്ല. ഇതാണ് ട്രെയിൻ. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ കാൽഗറിയുടെ ട്രെയിനിൽ കൂടെ ഉള്ള ഒരു യാത്രയും പിന്നെ അവരുടെ രണ്ടാളുടെ ഗ്രാജുവേഷൻ ഉണ്ട്, അതാണ് മെയിൻ ഹൈലൈറ്റ്. അതും കൂടി കാണിച്ചു തരാം. സോ സ്റ്റേ ട്യൂൺഡ്. സമ്മറിൽ ഇവിടെ നല്ല രസമാണ്. ഇനിയിപ്പോൾ ഫോൾ ആയി കഴിയുമ്പോൾ ഈ മരത്തിൻ്റെ ഇതിൻ്റെ കളർ മാറി കഴിയുമ്പോൾ നല്ല ഭംഗിയാണ്. പിന്നെ എസ്പെഷ്യലി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇവിടുത്തെ സ്കൈ. ഇപ്പോൾ ജസ്റ്റ് ക്ലിയർ ആയിട്ടുള്ള രീതിയിലാണ്. ചില സമയത്ത് സൺസെറ്റൊക്കെ നല്ല രസമാണ് കാണാൻ. പിന്നെ ക്ലൗഡ്സ് അടിപൊളിയാണ്. ഇവിടെ ട്രെയിനിൻ്റെ അകത്തൊരു ചെറിയ സ്ക്രീൻ ഉണ്ട്. ഇങ്ങനെ ഓരോ സ്റ്റോപ്പായി കഴിയുമ്പോൾ നമ്മുടെ ട്രെയിൻ എവിടെയാണ് അതിൻ്റെ ലൊക്കേഷനൊക്കെ കാണിക്കുന്നത്. ഇപ്പോൾ അതിനകത്ത് കാണാം സെയിറ്റ്, ലൈക്ക് അതിനകത്ത് ഇനിയിപ്പോൾ 1, 2, 3, 4ാമത്തെ സ്റ്റോപ്പിലാണ് സെയിറ്റ്. ഈ ട്രെയിനിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കൂടുതലും നിന്ന് പോകാനായിട്ടുള്ള രീതിയിലാണ്. അധികം ചെയേഴ്സും കാര്യങ്ങളൊന്നുമില്ല ഇരിക്കാനായിട്ട്. അതാണ് കോളേജ്. കുറച്ച് ബിൽഡിംഗ് ഉണ്ട് അവിടെ. ഇപ്പം അടുത്ത സ്റ്റോപ്പ് അവിടെയാണ്. സോ ഇതാണ് സെയിറ്റിൻ്റെ സ്റ്റോപ്പ്. ഇപ്പോൾ അവിടെ അവരുടെ ക്യാമ്പസിൻ്റെ എന്തോ വലിയ പണി നടക്കുകയാണ്. എന്തോ ടൈലർ ഫാമിലി ക്യാമ്പസ് സെൻറ്റർ 2027 ഓപ്പൺ ചെയ്യും. വലിയ കൺസ്ട്രക്ഷൻ എന്തോണം. അവിടെ അവരുടെ പഴയ ബിൽഡിങ്ങിൻ്റെ ഇത് കാണാം. അവരത് സ്റ്റിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പഴയ ആർക്കിടെക്ചർ ഇതിൻ്റെ ഇത് നമുക്ക് മനസ്സിലാവും. എനിവേ സമയം വൈകി. ഞാനിവിടെ ഈ കോളേജിൽ ആദ്യമായിട്ടാണ് വരുന്നത്. എനിക്ക് കാരണം ഒരു ഐഡിയ ഇല്ല എങ്ങോട്ടേക്ക് പോകണം, എങ്ങനെ പോകണമെന്ന്. അവളെനിക്കൊരു ഐഡിയ പറഞ്ഞു തന്നിട്ടുണ്ട്, എന്നാലും സ്റ്റിൽ. പിന്നെ ഇപ്പോൾ എനിക്ക് 4 മണിക്ക് എന്തോ അവിടെ ക്ലോസ് ചെയ്യുമെന്നോ എന്തോ പറഞ്ഞു. ഗൈസ് എനിക്കൊരു ഐഡിയ ഇല്ല ഈ സംഭവം എവിടെയാണ് നടക്കണേന്ന്. ഇവിടെ കുറേ കാറുകളൊക്കെ വന്നേക്കണ കാണാം, പക്ഷെ ആർക്കും ഒരു ഐഡിയ ഇല്ല. ഞാനിവിടെ 2-3 പേരെടുത്ത് ചോദിച്ചു, അവളാകെ ഒരു പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്തായാലും ഇപ്പോൾ ഒരു പുള്ളിക്കാരത്തി ഞാൻ റോഡിൽ ചോദിച്ചപ്പോൾ ഇതിൻ്റെ അകത്തായിരിക്കും എന്നൊരു ഐഡിയ പറഞ്ഞു. അപ്പോൾ എന്തായാലും പോയി നോക്കാം. എനിവേ ഈ കോളേജിൻ്റെ പേര് സദേൺ ആൽബർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, സെയിറ്റ് എന്ന് ഷോർട്ട് ഫോമിൽ പറയും. ഞാൻ പഠിച്ചത് നോർത്തേൺ ആൽബർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അത് എവിടെയാണ്? എഡ്മണ്ടനിലാണ്. ഇത് കാൽഗറിയിൽ. സോ ഇവരുടെ ക്യാമ്പസിലൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. കാരണം എനിക്ക് ഒരു ഐഡിയ ഇല്ല സ്ഥലങ്ങളൊക്കെ എവിടെയാണ്. എന്തായാലും നോക്കുകയാണ്. ഇവിടെ എന്തോ ഒരു ഗ്രാജുവേഷൻ്റെ ഇത് ഇറക്കുന്നുണ്ട്. ഇത് തന്നെയാണ് അവരുടെ നിന്ന് എനിക്കൊരു ഐഡിയ ഇല്ല എന്ന്. അവരെ കണ്ടുപിടിച്ചു. ഇതിൻ്റെ അപ്പുറത്തിരിക്കുന്നുണ്ട്. ആ ഫോണിൽ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. Grishma Rachel Rose, Gurpreet Kaur, Kuachi Amalda Ofogu, Hardeep Kaur, Harpreet Kaur, another Harpreet Kaur,
Harshbir Singh. Harshraj Harish Kumar Kapadia. Efeloa Abela Olajide. Ishant Kumar. Tara Johns. Teresa Maria Paul. Udav Janakumar Soni. Udita Eknath Sonawani. Vijay Pal Singh. Vivek. Yashish Jitendra Patel. ഞാൻ എങ്ങോട്ടോ നോക്കി കാണുന്നില്ല. Now everyone നമുക്ക് ഫോട്ടോ Hold me close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways. And on we'll go. On we'll go, finding life along the way, melodies we haven't played. No, I don't want no rest, echoing around these walls. ഞാൻ കൂളിംഗ് ഗ്ലാസ് വെക്കുന്ന എന്റെ കണ്ണിന്റെ പ്രൊട്ടക്ഷൻ. പിന്നെ എല്ലാരും പറയുന്നത് ഇതെന്റെ ഒരു വീക്ക്നെസ് ആണ്. ഗ്രാജുവേറ്റ് ചെയ്തിട്ട് നിനക്ക് എന്താ തോന്നണേന്ന് പറ. വളരെ സന്തോഷമുണ്ട്. ഒരിക്കലും ഞാൻ വിചാരിച്ചല്ല ഗ്രാജുവേറ്റ് ചെയ്യുന്നോ? ഗ്രാജുവേറ്റ് ചെയ്യുന്നല്ല, അച്ഛൻ്റെ വീഡിയോ കണ്ട് കാനഡയിൽ വന്നിട്ട് ഇത്ര സന്തോഷത്തോടു കൂടി അത് 2 കോഴ്സ് പാസ്സാവാൻ സാധിക്കും ഞാൻ വിചാരിച്ചില്ല. നന്ദി നന്ദി നന്ദി. ഗ്രീഷ്മ റീച്ചിൽ വളരെയധികം സന്തോഷം. നമ്മൾ വിചാരിച്ച പോലെയല്ല കാനഡ വരുന്നത്. നമുക്ക് ബസ് ഉണ്ടെന്ന് തോന്നുന്നു. അയച്ചു കൊടുക്കണം. പറയതാരാ അയ്യോ ഇപ്പൊ എന്താ സന്തോഷം മാത്രം. ആദ്യം നീ പറ, എങ്ങനെ നമ്മള് പരിചയപ്പെട്ടേന്ന് പറ. ഞങ്ങൾ പരിചയപ്പെട്ടതല്ല. ഫസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഞാൻ +1 ഇങ്ങനെ പഠിച്ചപ്പോഴാണ് ഒരു ദിവസം. ഇല്ല +1+2 2017 2017 ഞാൻ +1 ഞാൻ ഒരു ദിവസം ഞങ്ങളുടെ വീട്ടില് സോഫയിൽ ഇരുന്ന് വെറുതെ യൂട്യൂബ് നോക്കിക്കൊണ്ടിരുന്നപ്പം മല്ലു സ്റ്റുഡൻറ് കാനഡ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് വീഡിയോ അത് ഞാൻ ആദ്യം തന്നെ കാണുകയും ചെയ്തു. അന്ന് തൊട്ട് എനിക്ക് ആഗ്രഹമായിരുന്നു കാനഡയിൽ വരണം പഠിക്കണം. എൻ്റെ ആഗ്രഹം എഡ്മണ്ടനിലായിരുന്നു. പക്ഷെ എന്തൊക്കെയോ സന്ദർഭങ്ങൾ കൊണ്ട് ഞാൻ ഇപ്പോൾ 2024 മെയ്യിൽ കാൽഗറിയിൽ വന്നു. അതിനുശേഷം ഒരു 4 മാസം കൂടെ കഴിഞ്ഞപ്പോഴാണ് പുള്ളി സെയിം എൻ്റെ വീട്ടിൽ ഞങ്ങളുടെ കൂടെ തന്നെ. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. എന്നിട്ട് നിന്റെ ആൽബർട്ടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് പറ. ആൽബർട്ടെ വന്നിട്ട് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെയായിരുന്നു. ഞാൻ ഇതിന് മുമ്പ് ഒണ്ടേരിയയിലായിരുന്നു, പീറ്റർബ്രൂ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അവിടെ ഇച്ചിരി കഷ്ടപ്പെട്ടൊക്കെയാണ് നിന്നത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പാർട്ട് ടൈം ഒക്കെ സെറ്റായി. ഇപ്പോഴത്തെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് വരുവാണ്. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പോകുന്നു. അതുകൊണ്ട് എൻ്റെ ആൽബർട്ടയിലെ എക്സ്പീരിയൻസ് വളരെ നല്ലതാണ്. താങ്ക് യു മിസ്റ്റർ ആലൻ കുരിശിങ്കൽ. എപ്പോഴും കണ്ടാൽ മതി. പറയണോ നീ എങ്ങനെ ഇവിടെ വന്നേ? ഞാൻ അവളുടെ കൂടെ ഇങ്ങനെ എത്തിപ്പെട്ട ഒരാളാണ്. ഇവിടെ വന്നപ്പോഴാണ് അലങ്കുരിശിങ്കലിനെ കണ്ട് പരിചയപ്പെടാൻ എനിക്കൊരു ഭാഗ്യം ഉണ്ടായത്. എനിക്ക് വൈ എത്രയും ഞാൻ ആരാധകരുടെ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ
അത് ചില കാര്യങ്ങൾ ദൈവമായിട്ട് ഇങ്ങനെ നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. എന്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് ഞാൻ ആദ്യം അങ്ങനെ ആ സമയത്ത് അങ്ങനെ കണ്ടിരുന്ന മറ്റേ വലിയ പ്രശ്നമായേനെ. അല്ല അങ്ങനൊന്നുമില്ല. ശേഷം ഇപ്പൊ സ്വസ്ഥ സമാധാനമാണ്. പിന്നെ പുള്ളിയുടെ നമുക്കറിയാലോ വെയില് പിന്നെ ഫ്രെയിമിൽ കിട്ടുന്നില്ല. പറഞ്ഞു അതിന്റെ നമുക്ക് എന്താ ഫാൻ ഗേളിന്റെ ഗ്രാജുവേഷന് പോയത്. അതെ, സ്നേഹസമ്പന്നനായ ഇൻഫ്ലുവൻസർ എന്റെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് നീണ്ട എന്റെ 5 കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ കണ്ടുകൂട്ടി എന്റെ ഗ്രാജുവേഷൻ വന്നിരിക്കുന്നത്. നന്ദി. ഇത്രയെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പോൾ ഗ്രാജുവേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇന്നലെ എനിക്ക് വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും രണ്ടാളും നല്ല ഹാപ്പിയാണ്. ഒത്തിരി ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ഗ്രാജുവേഷൻ സെറിമണി ആയിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 1+1 എന്നുള്ള രീതിയിലാണ് ഈ പ്രോഗ്രാമുകൾ ചെയ്തേക്കുന്നത്. ടൊറൻറ്റോയിൽ ഫസ്റ്റ് ഇയർ ചെയ്തു, എന്നിട്ട് അത് ഫിനിഷ് ചെയ്തപ്പോൾ സെക്കൻഡ് ഇയർ ഇവിടെ കാൽഗറി വന്ന് സ്റ്റേറ്റിൽ ചെയ്തു. അപ്പോൾ രണ്ടും നമുക്കതൊരു ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അതൊരു ഡിപ്ലോമ പ്രോഗ്രാം എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർ അത്രയും ഗ്രാൻഡായിട്ടല്ല സെറിമണി നടത്തി. അതെനിക്കും തോന്നിയായിരുന്നു, അവർക്കും തോന്നി. എനിവേ, രണ്ടാൾക്കും ഓൾ ദ ബെസ്റ്റ്. രണ്ടാളും നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തു. ഒത്തിരി സ്ട്രഗിളൊക്കെ ചെയ്തിട്ടാണെങ്കിലും ഈ ഒരു ഇതിനകത്ത് അവരെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല. ഞാൻ ആ സമയത്ത് ഇപ്പോൾ കൺസിസ്റ്റൻ്റ്ലി വീഡിയോസൊക്കെ ഇട്ടിരുന്ന സമയത്ത് എനിക്ക് ആൾക്കാർ ഇങ്ങനെ കാനഡയെ കുറിച്ച് അറിയാനും ഇതിനൊക്കെ മെസ്സേജ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ റിപ്ലൈ കൊടുക്കാനും ശ്രമിച്ചിട്ടുണ്ട്. ചിലതൊന്നും അങ്ങനെ പറ്റിയിട്ടില്ല, മനഃപൂർവ്വമല്ല. എന്നാലും ഇപ്പോൾ ആരെങ്കിലും ഇങ്ങനെ എൻ്റെ വീഡിയോ കണ്ടിട്ട് അതിൽ നിന്ന് താല്പര്യമൊക്കെ ആയി കാനഡയിൽ വന്നു, അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിട്ട് എല്ലാം നല്ല ഇതിനകത്ത് ഗ്യാരണ്ടീഡായിട്ട് വരുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും ചിലവർ അങ്ങനെ വന്ന് എൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട്. അത് കേൾക്കുമ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. അങ്ങനെ വളരെ റെയറായിട്ട് ഇങ്ങനെ നേരിട്ട് ഇങ്ങനെ ഇത്ര അടുത്ത് ഒരാളെ വന്ന് കിട്ടിയത് ആദ്യമായിട്ടാണ്. റാൻഡമായിട്ട് വന്ന ഒരു മെസ്സേജിൽ കൂടെ കോൺവെർസേഷൻസ് സ്റ്റാർട്ട് ചെയ്തതാണ്. ആൻഡ് ഇവഞ്ച്വലി എപ്പോഴോ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാനഡയിൽ വെച്ച് എപ്പോഴെങ്കിലും കാണാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് നിന്ന കോൺവെർസേഷൻ. എന്നിട്ട് അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ആൽബർട്ടേ വരുന്ന എല്ലാം അങ്ങനെ ചെയ്യണം എന്നൊക്കെ. അങ്ങനെ ആൽബർട്ടേ എത്തി, എല്ലാം നല്ല രീതിയിൽ പോയി. സോ എനിക്ക് ഇതിൽ നിന്ന് ഒരു തോന്നുന്നുണ്ട്, എല്ലാവരും നമുക്ക് ചിലപ്പോൾ റാൻഡായിട്ട് നമ്മുടെ ലൈഫിൽ ആരെങ്കിലൊക്കെ ഇതേപോലെ വരും. സോ എല്ലാവരോടും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ പെരുമാറുക, സംസാരിക്കുക, ബാക്കിയൊക്കെ എല്ലാം നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകും. സോ എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഞാൻ ഈ കൂടുതൽ നീട്ടിക്കൊണ്ടുപോയി ഇതാക്കുന്നില്ല. സോ ടിൽ നെക്സ്റ്റ് വീഡിയോ. എന്നാണ് എപ്പോഴാണ് വീഡിയോ എടുക്കുന്നത്, പഴയ വീഡിയോ എപ്പോഴും ഇടുമെന്നും എനിക്കറിയില്ല. എനിവേ, ആദ്യം തൊട്ട് എൻ്റെ വീഡിയോസ് കണ്ടിരുന്നവർക്കും അറിയാതെ പുതിയതായിട്ട് കാണുന്നവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ടിൽ നെക്സ്റ്റ് വീഡിയോ. See you. Take care. Bye bye. Love you all.